കൊല്ലം അഞ്ചലിൽ മോഷണം പതിവാകുന്നു. അഞ്ചൽ ബൈപ്പാസിൽ ഗണപതി ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന മോഹനന്റെ ചായക്കട കുത്തിത്തുറന്ന് ട്രെയിൽ സൂക്ഷിച്ചിരുന്ന 5000-ഓളം രൂപ അപഹരിച്ചു. മോഷ്ടാവിന്റെ CCTV ദൃശ്യം സഹിതം പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന് കടയുടമ പറയുന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യമടക്കം കടയുടമ മോഹനൻ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് വേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും പരാതിയുണ്ട്. സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസില്ലെന്നും ഉള്ള പോലീസിന് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉണ്ടെന്നുമാണ് പോലീസ് ഭാഷ്യം. 2 വീടുകൾ കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ മോഷ്ടിച്ച പ്രതിയെ അഞ്ചൽ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ പിടികൂടിയിരുന്നു. എന്നിട്ടും മോഷ്ടാക്കളുടെ സാന്നിധ്യം അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒഴിവാകുന്നില്ല എന്ന സൂചനയാണ് അഞ്ചൽ ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന കടയിലെ മോഷണത്തിലൂടെ വ്യക്തമാകുന്നത്. രാത്രി 3:30 കഴിഞ്ഞപ്പോൾ ബാക്കിലെ കവർ തുറന്ന് കയറി 5000-ത്തിനടുത്ത് നാണയമുണ്ട്, മേടിച്ച് വെച്ച നാണയം ഒക്കെ കൊണ്ടുപോയി കള്ളപ്പാൽ. ചെറിയ ഈ ഹോളിൽ കൂടെ കയറിയേക്കുന്നത് കൊച്ചു മനുഷ്യനായിരിക്കും, കരം കുറഞ്ഞ ആളായിരിക്കും കയറിയത്. ആരും അറിയാൻ പോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തായിരുന്നു. അവർ താമസിച്ചു, നേരത്തെ കൊടുത്ത കേസാ, ഇപ്പം ഇന്നാ വന്നത്. അത് നോക്കിയിട്ടൊക്കെ പോയി കൊണ്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ അഞ്ചലിലെ ജനങ്ങൾ ഭീതിയിലാണ്. കടയിൽ കയറിയ മോഷ്ടാവ് തുണി കൊണ്ട് ദേഹം മുഴുവനും മറച്ചുകൊണ്ട് മോഷണം നടത്തുന്ന CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യം വെച്ചുള്ള അന്വേഷണത്തിലൂടെ പ്രതിയെ പിടികൂടാനാണ് പോലീസിന്റെ ശ്രമം. രാത്രികാല പരിശോധന പോലീസ് ശക്തമാക്കണമെന്നും അഞ്ചലിലെ ജനങ്ങൾ ആവശ്യമുയർത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.